ബ്രോ ഇൻസ്റ്റാഗ്രാം റീൽസ് റോസ്റ്റ് ചെയ്യും നല്ല കണ്ടന്റ്. ഹലോ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പം ഇന്നൊന്നും പറഞ്ഞു നിൽക്കാൻ സമയമില്ല, നമ്മൾ അധികം പറഞ്ഞ് ലാഗ് ആക്കുന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാം റീൽസിനെ റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഈ കണ്ടന്റ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇൻസ്റ്റാഗ്രാം നശിച്ചു ഗൈസ്. മൂക്കിൽ പല്ല് മുളയ്ക്കാറായ അപ്പൂവം മുതൽ പിറന്നു വീഴുന്ന പിള്ളേരുടെ കൈ വരെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമും കൊണ്ട് അവർ ഇറങ്ങി വരുന്നത്. തൊട്ടാൽ പൊള്ളുന്ന ചില ഇനം ജീവികൾ. കഴിഞ്ഞ വീഡിയോ നമ്മളിട്ടപ്പോൾ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. 100 സബ് ആവാറായി നിൽക്കുമായിരുന്നു. ഇപ്പം 100 സബ് കഴിഞ്ഞു ഗൈസ്. നിങ്ങളുടെയൊക്കെ ഈ ഒരു സപ്പോർട്ട് കാണുമ്പം ഇതുകൊണ്ടൊന്നും നൃത്തത്തിൽ ഇത് കൂടുതൽ പോകണം. നമ്മുടെ പൂജ്യങ്ങളുടെ എണ്ണം 100-ലുള്ള പൂജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. എന്തായാലും പറഞ്ഞധികം ഞാൻ ലാഗാക്കുന്നില്ല. നമുക്ക് ഫസ്റ്റ് റീൽസ് തന്നെ നമുക്ക് പ്ലേ ചെയ്യാം. ഇതിലെന്ത് തെറ്റി? ഒരു തട്ടുകട, ബാക്കി കാണാം. എന്തായാലും ഇവരുടെ വീട്ടിൽ പാറ്റയും പല്ലിയും പഴുതാരയും ഒന്നും കയറത്തില്ല കേട്ടോ. അവരും ഒന്ന് പേടിക്കും. ഇവരെ കുറിച്ചൊക്കെ പറയുമ്പോൾ വീട്ടിൽ നിൽക്കുന്ന പട്ടികൾ കുറച്ചെന്നും പറഞ്ഞ് ഫ്രൈ അടിച്ച് ഇന്നത്തെ ടീംസാ. പിന്നെ ഇവരെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം ഇതിനകത്തൊന്നും പറയാനില്ല. നമുക്ക് അടുത്ത റീൽസ് പ്ലേ ചെയ്യാം. ഇതാണ് ഗൈസ് നമ്മളെ പോലീസ്. അവരെ കുറിച്ച് നമ്മൾ അഭിമാനിക്കണം. ബാക്കിയാണ്. ഇതിന് ഭേദം നിങ്ങളെ കയറങ്ങ് അറുത്ത് വിട്ടവനെ കൊല്ലുന്നതായിരുന്നു സത്യം പറഞ്ഞ. എന്നാലും ആ നേരത്തെ ആ പാറ്റ വറുത്തത് എൻ്റെ മനസ്സിൽ അങ്ങോട്ട് പോകുന്നില്ല. എന്തായാലും അത് കേരളത്തിലുള്ള പോലീസൊന്നും അല്ല, വെളിയിലുള്ള പോലീസാണ്. നമുക്കപ്പം അടുത്ത റീൽ പ്ലേ ചെയ്യാം. ഓക്കെ, ഗൈഡ് മാമൻ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് അതിലേക്കൂടെ കറങ്ങണ്ടേന്ന്. ബാക്കിയാണ്. പോയി. ഇതാണ് റീൽസിന്റെ പ്രത്യേകത. എപ്പം എവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല. എന്തായാലും മാമൻ ആ പണിയൊക്കെ നിർത്തി. ഈ ഒറ്റ വീഡിയോ വൈറലായതോടെ മാമൻ പണിയൊക്കെ നിർത്തി വീട്ടിൽ കുത്തിയിരിക്കുമായിരിക്കും. ഈ സമയം ഇച്ചിരി ഞാൻ സമയം തരാം. ജസ്റ്റ് താഴെപ്പോയ ലൈക്കിലും ക്ലിക്ക് ചെയ്ത് സബിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് തരാം. എന്തായാലും അടുത്ത റീൽ നമുക്ക് പ്ലേ ചെയ്യാം. ഓക്കെ, മീശയൊക്കെ നീട്ടി വളർത്തി മാവേലിയുടെ കൂട്ടർ മാമനോട് ഇരിപ്പുണ്ട്. മാമൻ എന്തൊക്കെയാ പറ്റിയിട്ടുണ്ട്. മിക്കവാറും പൂച്ച അടിച്ച് പേ ആയതായിരിക്കും. ഇതാ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പൂച്ച പട്ടിയൊക്കെ അടിച്ച് വെച്ചോണ്ടിരിക്കാതെ പോയി ഇഞ്ചക്ഷൻ എടുത്തോണം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവും ഗൈസ്. അപ്പൊ കുറച്ചു പേരെങ്കിലും വിചാരിച്ചാണ് എന്റെ ഡ്രസ്സ് പെട്ടെന്ന് മാറിയത് എന്താന്ന് വിചാരിച്ചില്ലേ? എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് സ്കൂൾ വരെ പോവേണ്ടി വന്നു, ഓർമ്മകൾ പുതുക്കാൻ. ചുമ്മാതാ ഞാൻ TC ഒന്ന് വാങ്ങാൻ വേണ്ടി പോയതാ. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി റീൽസ് പ്ലേ ചെയ്യാം. നമ്മൾ കാണാൻ പോകുന്ന ചില ഇനത്തിൽപ്പെടുന്ന ആൾക്കാരെയാണ്. തോക്ക് കൊണ്ട് വാളുണ്ടാക്കിയവൻ, നൈറ്റി കൊണ്ട് ഷർട്ട് ഉണ്ടാക്കിയവൻ, ക്ലോസറ്റ് കൊണ്ട് ബൈക്ക് ഉണ്ടാക്കിയവൻ. ഇതെന്തായാലും സംഭവം കൊള്ളാം കേട്ടോ. ഒരെണ്ണം വാങ്ങിച്ച് വീട്ടിൽ ഇടുന്ന നല്ലതായിരിക്കും, അടിപൊളിയാ. ഞാൻ എന്തൊക്കെയാ ഇത് പറയുന്നത്? ഇല്ലില്ല, ഇനി ഞാൻ ഇങ്ങനൊന്നും പറയത്തില്ല. എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ. അല്ല തല ഒന്ന് ആലോചിച്ച് നോക്കണേ. വല്ല ഷോപ്പിംഗ് മാളിൽ അങ്ങനെ പോയിട്ടാണ് 1 രൂപ മുട്ടിക്കഴിഞ്ഞാൽ അതിൽ പോവും, 2 രൂപ മുട്ടിക്കഴിഞ്ഞാൽ അത്. ഞാൻ പിന്നെ എന്തൊക്കെയാ ഈ പറയുന്നത്? അപ്പൊ ഇനി എന്തായാലും നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചില ഇനം ഗാനഗന്ധർവന്മാരിൽ പെടുന്ന ചില ഇനം ആൾക്കാരെയാണ്. എന്തായാലും അവരെ റോസ്റ്റ് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ നമ്മളൊന്ന് പേടിക്കണം. നമ്മളെക്കുറിച്ച് പാട്ടിറക്കി കളയും ചിലപ്പോൾ. നമുക്ക് ആ വീഡിയോ കാണാം. എന്തായാലും ഇവര് പാടിയ പാട്ട് ലാലേട്ടൻ കേട്ടിട്ടില്ലെന്ന് ഉറപ്പാണ്. കേട്ട് കഴിഞ്ഞാൽ ലാലേട്ടൻ എന്തോ ചെയ്യുന്നു ലാലേട്ടൻ തന്നെ അറിഞ്ഞൂടാ. ഇത് കേട്ടിട്ട് എനിക്കേ ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, പിന്നെ ലാലേട്ടൻ. എന്തായാലും ഇങ്ങനെയുള്ള കുറെ അവന്മാർ വന്ന് ഇൻസ്റ്റാഗ്രാം തന്നെ ഇപ്പൊ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും കാലത്തൊക്കെ ഇൻസ്റ്റാഗ്രാം നശിക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. എന്തായാലും ഇവർക്ക് ലൈക്ക് കൊടുക്കാനും ഫോളോ ചെയ്യാനും ആൾക്കാരുണ്ട്, നമുക്ക് ലൈക്ക് ചെയ്യാനും ആൾക്കാരുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ലൈക്കും ചെയ്ത് സബിലും ഞെക്കും ബെല്ലിലും ഞെക്കിയാരെ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഹലോ, ഞാനേ ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം കണ്ടിട്ട് വിളിക്കുന്നേ. ക്ലോസറ്റ് ബൈക്ക് ഫിറ്റ് ചെയ്തത്. എത്ര രൂപ? ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം, നോക്കിയാലേ.